ഈ വർഷം ജനുവരി 22 മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ചത്ത പച്ച. അർജുൻ അശോകന്, റോഷന്, അതുപോലെ തന്നെ വിശാഖ് നായർ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരികയും മമ്മൂക്ക ഗസ്റ്റ് അപ്പിയറൻസ് നൽകുകയും ആനന്ദ് സി ചന്ദ്രൻ ക്യാമറ കൈകാര്യം ചെയ്യുകയും ഈ ശങ്കർ ഷൻലോയ് മ്യൂസിക് ചെയ്ത് മുജീബ് മജീദ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വരുന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടുകൂടി വന്ന ഒരുപാട് ആകാംക്ഷകൾ നിറച്ച ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളൊരു ആകാംക്ഷകളൊക്കെ നിറച്ച് തിയേറ്ററിലേക്ക് വന്നൊരു സിനിമയായിരുന്നു ചത്ത പച്ച. എന്നാൽ റിലീസായതിനു ശേഷം മമ്മൂക്കയുടെ ക്യാരക്ടറിനെ വെച്ച് ഒരുപാട് ട്രോളുകൾ വരികയും പടത്തിന് മൊത്തത്തിൽ ഒരു ആവറേജ് അഭിപ്രായം മാത്രം സ്വീകരിക്കാനും മാത്രമാണ് സാധിച്ചത്. സോ അതിനെല്ലാം ശേഷം ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസായിരിക്കുകയാണ്. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. സിനിമ എങ്ങനെ ഉണ്ട്, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന അഭിപ്രായമാണോ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ഹൈ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. അപ്പോൾ ചത്ത പച്ച ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അദ്വൈത് നായരാണ്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്ന അനൂപ് തൈക്കുടമാണ്. സ്റ്റോറി അദ്വൈത് നായറിൻ്റെ തന്നെയാണ്. അർജുൻ അശോകന്, റോഷൻ മാത്യു, വൈശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മമ്മൂക്ക ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. സായി കുമാറും ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ, പക്ഷേ പുള്ളിയുടെ പ്രസൻസ് ഈ സിനിമയിലുണ്ട്. ക്യാമറ ആനന്ദ് സി ചന്ദ്രനാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ പ്രഭാകറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ഇഷാൻ ലോയ്. എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ് അവർ. അതുപോലെ തന്നെ മുജീബ് മജീദാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ജനുവരി 22 പടം റിലീസായത്. പടത്തിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചത്ത പച്ച, അത് ഈ ഫോട്ടോച്ചിലൊക്കെ യൂസ് ചെയ്യുന്നൊരു വേർഡാണെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ഇപ്പോൾ ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടും പുറത്തെ ഒരു WW ഫൈറ്റ് നടന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഒരു ലീഗലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ബട്ട് ഒരു WW നടക്കുകയാണ്. ആ WW ഒരു നാടൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, നാടൻ ആൾക്കാർ പേരിൽ നാടനല്ല, പേരിലൊക്കെ ഇച്ചിരി ഗംഭീര പേരുകളൊക്കെയാണ്, പക്ഷെ നാടൻ ആൾക്കാർ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് വന്ന് അവരെയൊക്കെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ WWയുടെ മെയിൻ പരിപാടികളൊക്കെ തന്നെ പിടിക്കുന്ന ഒരു നാട്ടിൻപുറത്ത് നടക്കുന്നൊരു സംഭവം. അപ്പോൾ അത് നടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുള്ളൊരു കഥ. അതിനെ എത്രത്തിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. സിനിമ എനിക്ക് വർക്കൗട്ടായോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് നൽകിയത്. കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒന്നുമില്ല, മെയിൻ ഈ കോർ സ്റ്റോറി ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുക അല്ലാതെ ഈ സിനിമയിൽ ഒരു പാരലൽ ഒരു ലെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിൽ ഒരു വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ സിനിമ തുടങ്ങുന്ന സമയം മുതൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. വലിയ സർപ്രൈസിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ സമയത്ത് തന്നെ പൊട്ടി എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മമ്മൂക്കേനെ വാൾട്ടറായിട്ട് വാൾട്ടർ ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് വാൾട്ടറിൻ്റെ മക്കൾ ആണ് ഈ WW പരിപാടി കൊണ്ടുവരുന്നതുമല്ല. അപ്പോൾ ഇത് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് പറയുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു പോയിന്റിൽ ഈ വാൾട്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ളത് കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ അതൊരു പീക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിട്ടില്ല എന്ന് പറയണം. കാരണം ഈ സിനിമയുടെ മെയിൻ ഹൈ പോയിന്റ് തന്നെ മമ്മൂക്ക വരുന്ന ഒരു സീൻ തന്നെയാണ്. അല്ലാതെ ഈ പടത്തിൻ്റെ ഇടയിൽ ഒരു ഹൈയോ ലോയോ ഒന്നുമില്ല. പടം തുടങ്ങി ഒരു കയറ്റം കയറി പിന്നെ അവിടെ നിന്ന് നേരെ ഒരു പോക്കാണ്. അതിലൊരു പൊക്കവും താഴ്ചയില്ല, ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ത്രില്ലടിപ്പിക്കുന്ന മൊമെൻറ്റ് ഒന്നുമില്ലാതെ നേരെ ഇങ്ങനെ പോയി മമ്മൂക്ക വരുന്ന ഒരു പോയിന്റിലാണ് ഇത് പിന്നെ അപ്പാവേണ്ടത്. എന്നാൽ അവിടെയും നോർമലായിട്ട് പോയി, പിന്നെ അവിടെ നേരെ താഴോട്ട് പോയി പടങ്ങ് നിന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടോട്ടൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ രസമായിട്ടുണ്ട്, മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ടുണ്ട്. പാട്ടുകൾ എനിക്ക് 1-2 പാട്ടുകളൊക്കെ പ്ലേസിങ്ങും അതിൻ്റെ ഒരു രസവും പരിപാടിയല്ല എനിക്ക് ശങ്കർ ഷാൻറോയുടെ പരിപാടി എനിക്കത് പിടിച്ചിട്ടുണ്ട്.
ഡയറക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് അദ്വൈത് നായറിൻ്റെ. ഗംഭീരമായിട്ട് എല്ലാവരെയും പെർഫോം ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിലും അതിൻ്റെ ഒരു ടെറൈൻ ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ പുള്ളി കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെ യൂണിറ്റും ഗംഭീരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ വീക്കായി പോയതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് അനുഭവത്തിലേക്ക് പോയി വീഴുകയായിരുന്നു. അതുപോലെ തന്നെ പ്ലേസിങ്, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഓരോ പ്ലേസിങ് എല്ലാം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമ്മൾ ഈ സിദ്ദിഖിൻ്റെ ഒരു പ്ലേസിങ് ഉണ്ട്. സിദ്ദിഖിനെ കാണുമ്പോഴേ നമുക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു പുള്ളിക്ക് നല്ലൊരു റോളാണെന്നുണ്ടെങ്കിൽ പുള്ളി ഉടനീളം കാണും. പുള്ളിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സീഡ് 1 or 2 ആയിരിക്കും. സിനിമ കാണാൻ കണ്ടു നോക്കുക. കറക്റ്റ് പുള്ളിയെ ഒരു മോശക്കാരനാക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു സീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ട് ഈ സിനിമയിൽ. അത് ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതിലാവട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ബിൽഡ് ചെയ്യുന്നതിലാവട്ടെ, ഒരു ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നതിലാവട്ടെ, ഇതിലൊക്കെ ഓരോ കുട്ടി പോരായ്മകളുണ്ട്. ഈ ഹൈ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തന്നില്ലെങ്കിൽ ഈ പറയുന്ന ഒരു രസമില്ലായ്മയായി പോവും, ഒരു തള്ളിച്ചയായി മാറും. സത്യം പറഞ്ഞാൽ അതാണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഒരു ഹൈ കിട്ടണം. ആ ഹൈ കിട്ടിയില്ലെങ്കിൽ അത് തള്ളിച്ചയായി. ഇതാണ് സത്യം. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ പകുതിമുക്കാൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു ക്യാരക്ടർ, ഇപ്പോൾ അർജുൻ അശോകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആവട്ടെ, പുള്ളിയായിട്ടൊരു സായി എന്നങ്ങടെ പേര്, അപ്പോൾ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. മറ്റേത് അപ്പുറത്തോട്ട് വരുമ്പോഴേക്കും ബെട്രി എന്ന് പറയുന്ന അവൻ ക്യാരക്ടറുമായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല നമ്മുടെ റോഷനുമായിട്ട്. മമ്മൂക്ക വന്നിട്ടാണെങ്കിൽ അതിനേക്കാളും വിറ്റ്. എനിക്ക് ഇതിൻ്റെ അകത്ത് റിലീസായതിനു ശേഷം ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇൻസ്റ്റയൊക്കെ ഓപ്പൺ ആക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് തിയേറ്ററിലുണ്ടായിരുന്ന വെർഷനും നമ്മുടെ നെറ്റ്ഫ്ലിക്സിലേക്ക് വന്ന വെർഷനും രണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന വോയിസ് മോഡുലേഷനും ഇതിൽ വന്നിരിക്കുന്ന വോയിസ് മോഡുലേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ കുറച്ചും കൂടി ഒരു പഴയ കൊച്ചി ഭാഷയാണ് സംസാരിച്ചതെന്നും, എന്നാൽ OTT-യിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടി അതിനെ ഡബ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇത് തിയേറ്ററിൽ കണ്ടവർക്കേ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി എന്തൊക്കെ സീനുകൾ കട്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ സീനുകൾ ആഡ് ഓൺ ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒറിജിനൽ തിയേറ്ററിൽ കണ്ടവർക്കേ അറിയത്തുള്ളൂ. ഇനി നിങ്ങളിൽ കാണുന്ന ആരെങ്കിലും തിയേറ്ററിൽ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇന്നപോലെ ഡബ്ബിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ തിയേറ്ററിൽ കണ്ടില്ല. അപ്പോൾ എന്നെ അപേക്ഷിച്ച് എനിക്ക് പടം ഒരു ആവറേജ് അനുഭവം മാത്രമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിനെ വെട്ടിമുറിക്കുന്നതിൻ്റെ ഒരു തുല്യമായി പോകും. അതുകൊണ്ട് കൂടുതൽ അതിന് താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് എഫേർട്ട് ഈ സിനിമയിലുണ്ട്. ആ എഫേർട്ട് കാണാതെ പോകാനും പാടില്ല. കാരണം ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തീരെ എൻജോയ് ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പടത്തിലൊരു ഗ്രോത്ത് ഇല്ല. പടം ഒരു ഹൈയിലേക്ക് പോകുന്നില്ല, എപ്പോഴും പ്ലെയിനായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് ആ ഒരു കുട്ടി ഹൈ കിട്ടിയത് WW കാണിച്ച് നമുക്കിഷ്ടമുണ്ടായിരുന്നു. ഞാൻ റെസ്ലിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരുടെ പേരുകൾ, അവരുടെ ചെറിയ പോസുകൾ, അവരുടെ ചെറിയ ജസ്റ്ററുകളൊക്കെ ഇവർ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ TV കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അത് മാത്രമേ ഉള്ളൂ ഒരു നല്ലൊരു മൊമെൻ്റ് ഈ സിനിമയിൽ എനിക്ക് സമ്മാനിച്ചതെന്ന് പറയാം. അല്ലാതെ മമ്മൂക്ക വരുന്നൊരു പോയിന്റിന് വേണ്ടിയാണ് ആദ്യം മുതൽ അവസാനം വരെ കാത്തിരുന്നത്. ബട്ട് മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ആവേശം കിട്ടുപോയി. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡബ്ബിങ്ങിൽ മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതും പറയുക. പിന്നെ എൻ്റെ ഡബ്ബിങ്ങിലല്ല, മമ്മൂക്ക പറഞ്ഞ ഡബ്ബിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയുക. വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.